प्यारे बच्चों आदाब, कैसे हैं आप लोग? ठीक है ना? എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് കരുതുന്നു। आज के क्लास में आप सबका खैर मुक़द्दम है। पिछले क्लास में हमने क्या पढ़ा था? എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? जी അല്ലേ, മെഹന്തി ലഗാ കെ രഖ്ന അല്ലേ, ഓർക്കുന്നുണ്ടോ? യാദ് ഹേ? अच्छा, शेर सुबह सुबह अपने बारे में सोच रहा था അല്ലേ, അതിരാവിലെ തന്നെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. പുരാന ജമാന. ഉസ് വക്ത് കോനായ? ജി ചാലുബന്ദറായ അല്ലേ, ചാലുബന്ദർ വന്നു. എന്താണ് ഈ അതിരാവിലെ ചിന്തിച്ചിരിക്കുന്നത്? അപ്പോൾ സിംഹം പറഞ്ഞു, എന്ത്? ജി അപ്നെ ബാരെ മേ സോച്ച് രഹാ താ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക് എന്തായിരുന്നു? ജി അല്ലേ, മൃഗങ്ങളുടെ ഒരു പട്ടിക തന്നു. ധാരാളം മൃഗങ്ങളുടെ പേരുകൾ അതിലുണ്ട്. എന്നിട്ട് പാൽത്തു ജാൻവർ, ജംഗലി ജാൻവർ അല്ലേ, വളർത്തു മൃഗങ്ങൾ, അതുപോലെ കാട്ടിലെ മൃഗങ്ങൾ പട്ടികയാക്കി വേർതിരിക്കാനായിരുന്നു. ഓക്കെ, നോക്കൂ, നിങ്ങൾ ഇതുപോലെ തന്നെയല്ലേ ചെയ്തത്? പാൽത്തു ജാൻവർ ഗായ്, ബക്കരി, बैल, बिल्ली, कुत्ता, भैंस. जंगली जानवर शेर, बंदर, भालू, हिरन, चीता, हाथी. അതുപോലെ മറ്റൊരു വർക്കായിരുന്നു കിസി ഏക് പർ ചന്ദ് ജുംലെ ലിഖിയെ. കിസി ഏക് ജാൻവർ പർ ചന്ദ് ജുംലെ ലിഖിയെ. ഇഷ്ടമുള്ള ഒരു മൃഗത്തെക്കുറിച്ച് ഏതാനും ജുംലകൾ എഴുതാൻ. ഇവിടെ ഗായ്, പശുവിനെ കുറിച്ചുള്ള ഏതാനും ജുംലകൾ നോക്കാം. ये गाय है, गाय एक जानवर है, गाय एक पालतू जानवर है, गाय हमको दूध देती है, गाय खूबसूरत है. प्यारे बच्चों, അങ്ങനെ ഷേർ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണല്ലോ ചാലുബന്ദർ വന്നത്. ആ സമയത്ത് ചാലുബന്ദർ എന്ത് പറഞ്ഞു? ക്യാ ബോല? ജി ആജ് ഗിലഹരി കി ഷാദി ഹേ, ആപ് ആയെങ്കെ ഹെ നാ, കല്യാണമാണ്, ആപ് ആയെങ്കെ. ഷേർ ക്യാ ജവാബ് ദിയ? ജി ജറൂർ ഹം ഏക് സാത്ത് ചലേംഗെ അല്ലേ, നമുക്കൊരുമിച്ച് പോവാം. अच्छा, ചാലുബന്ദർ ഓർ ഷേർ ഷാദി മഹൽ പഹുഞ്ച്. അങ്ങനെ കല്യാണത്തിന് ചാലുബന്ദറും ഷേറും എവിടെ എത്തി? കല്യാണം നടക്കുന്ന സ്ഥലത്ത് എത്തി. അവിടെ ആരൊക്കെയുള്ളത്? വഹാ ജംഗൽ കെ തമാം ജാൻവർ ഓർ പരിന്ദേ മൗജൂദ് थे. തമാം ജാൻവർ ഓർ പരിന്ദേ മൗജൂദ് थे അല്ലേ, എല്ലാ മൃഗങ്ങളും എല്ലാ പക്ഷികളും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കല്യാണത്തിന് വന്നതാണ്. വോ ഹസി ഖുഷി സെ നാച്ച് രഹേ തെ ഓർ ഗാ രഹേ തെ. വളരെ സന്തോഷത്തോടെ അവർ നൃത്തം ചെയ്യുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. ജി എന്താണ് പാട്ട്? ക്യാ ഹേ വോ ഗീത്? ഹം ദേഖേ, നമുക്കൊന്ന് നോക്കാം. गिलहरी की ये शादी है, गिलहरी की ये शादी है, जंगल में ये धूम मची है, जंगल में ये धूम मची है, सज दज कर बारात चली है, सज दज कर बारात चली है, गिलहरी की ये शादी है. भालू ढोल बजाता आया, भालू ढोल बजाता आया, झींगर बीन सुनाता आया, मेंढक भी टर्राता आया, मेंढक भी टर्राता आया, गिलहरी की ये शादी है. गैदड़ ने एक तान लगाई, गैदड़ ने एक तान लगाई, कौवों ने कव्वाली गाई, कौवों ने कव्वाली गाई,
गोंज उठी हर सौ शहनाई, गोंज उठी हर सौ शहनाई, गिलहरी की ये शादी है। हाथी आया कान हिलाता, हाथी आया कान हिलाता, सूंड उठाए बिगुल बजाता, सूंड उठाए बिगुल बजाता, गन्ने का रस सबको पिलाता, गन्ने का रस सबको पिलाता, गिलहरी की ये ഷാദി ഹെ. ഓക്കെ, അപ്പോൾ ഒന്ന് അവരവിടെ വെച്ച് പാടിയ ആ പാട്ട് നമുക്കൊന്ന് ഈണത്തിൽ കേൾക്കാം. गिलहरी की ये शादी है, जंगल में धूम मची है। गिलहरी की ये शादी है, जंगल में धूम मची है। सज धज कर बारात चली है, गिलहरी की ये शादी है। सज धज कर बारात चली है, गिलहरी की ये शादी है। गिलहरी की ये शादी है, जंगल में ये धूम मची है। गिलहरी की ये शादी है, जंगल
ബച്ചോ ഏ ഗീത് കേസത്താ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അല്ലേ, സൂപ്പർ പാട്ടാണ്. പ്യാരെ ബച്ചോ, ഈ പാട്ടിൽ നമ്മൾ ഈ പാട്ട് നന്നായിട്ട് നല്ല രീതിയിൽ കേട്ടു, അതുപോലെ വായിച്ചു. ഈ പാട്ടിൽ നമുക്കറിയുന്ന ഒരുപാട് ജീവികളുടെ പേരുകളുണ്ട് അല്ലേ? ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്കൂ. ജി ബോലിയേ ബോലിയേ, ഏതൊക്കെയാണ്? ആ ജി പഹല ഗിലഹരി അല്ലേ, അണ്ണാറക്കണ്ണൻ, ഗിലഹരി അണ്ണാൻ. പിന്നെ ആ ഭാലു അല്ലേ, മുമ്പ് പഠിച്ചതാണ് ഭാലു, കരടി. പിന്നെ അച്ഛാ മേണ്ടക് അല്ലേ, മേണ്ടക്. മേണ്ടക് ക്യാ ഹേ? ആ തവള. और बोलिए जी हाथी, हाथी अच्छा ആന അല്ലേ? ഇങ്ങനെയുള്ള ക്യാ ഹേ? അച്ഛാ കൗവ, കൗവ കാക്ക. ഇങ്ങനെയുള്ള നിരവധി ജീവികളുടെ പേരുകൾ നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുള്ള, നേരത്തെ നമുക്ക് പരിചയമുള്ള പേരുകൾ ഇതിൽ കണ്ടു. പിന്നെയും പരിചയമില്ലാത്ത കുറച്ച് പേരുകളുണ്ട് അല്ലേ? അച്ഛാ നമുക്ക് നോക്കാം. അതറിയാൻ നമുക്ക് ഈ പാട്ടിൻ്റെ ആശയത്തിലേക്കൊന്ന് പോവാം. जी आप लोग तैयार है ना? जी आइए मेरे साथ. गिलहरी की ये शादी है, गिलहरी की ये शादी है. ഇത് ആരുടെ ഷാദിയാണ്? അച്ഛാ ഗിലഹരി കി ഷാദി, അണ്ണാൻ്റെ കല്യാണമാണ്. ജംഗൽ മേ യേ ധൂം മച്ചി ഹെ അല്ലേ? ധൂം മച്ചി ഹെ എന്നല്ലേ, നല്ല ആഘോഷമാണ് കാട്ടിലെ. ജംഗൽമേ, കാട്ടിലെ ഭയങ്കര ആഘോഷം, പൊടി പൊടിക്കാണ്. സജ് ദജിക്കർ ബാരാത്ത് ചലിയേ, അണിഞ്ഞൊരുങ്ങി വരൻ്റെ പുറപ്പാടുണ്ടായി. ഓക്കെ, ബാരാത്ത് വരൻ്റെ പുറപ്പാട്. ഗിലഹരിക്ക് യേ ഷാദി ഹേ, ഇത് അണ്ണാറക്കണ്ണൻ്റെ കല്യാണമാണ്. ഭാലു ഢോൽ ബജാത്ത ആയ, ബാലു അച്ഛാ കരടി, ഢോൽ ബജാന മദ്ദളം കൊട്ടുക. ഓക്കെ, കരടി മദ്ദളം കൊട്ടി വന്നു. ജീങ്കർ ബീൻ സുനാത്ത ആയ, ജീങ്കർ കൂറ അല്ലേ, കൂറ വീണ വായിച്ചുകൊണ്ട് വന്നു. മേണ്ടക് ബി ടറാത്ത ആയ, തവള ശബ്ദമുണ്ടാക്കി വന്നു. ഗിലഹരിക്ക് യേ ഷാദി ഹെ, ഇത് അണ്ണാറക്കണ്ണൻ്റെ കല്യാണമാണ്. ഗീദറിനെ एक तान लगाई, ഗീദർ ने एक तान लगाई. കുറുനരി ഒരു താളം പിടിച്ചു. കവ്വോനെ കവ്വാലി ഖായി, കവ്വോനെ കവ്വാലി ഗായി. കാക്കകൾ കവ്വാലി അവതരിപ്പിച്ചു. ഗോഞ്ച് ഉഠി ഹർ സൗ ഷഹനായി, ഗോഞ്ച് ഉഠി ഹർ സൗ ഷഹനായി. എല്ലായിടത്തും ഷഹനായി, ആകെ ശബ്ദമുഖരിതമായി. ഷഹനായിയുടെ ശബ്ദം അവിടെയൊക്കെ മുഴങ്ങിക്കേട്ടു. ഷഹനായി ഒരു വാദ്യോപകരണമാണ്. ഗിലഹരി കി യേ ഷാദി ഹേ, ഇത് അണ്ണാറക്കണ്ണൻ്റെ കല്യാണമാണ്. ഹാത്തി ആയ കാൻ ഹിലാത്ത, കാൻ ജി ചെവി, ചെവി ആട്ടിയിട്ട് ആന വന്നു. സൂൺ ഉഠായേ ബിഗുൽ ബജാത്ത അല്ലേ, സൂണ്ട് തുമ്പിക്കൈ, തുമ്പിക്കൈ ഉയർത്തി. ബിഗുൽ ബജാത്ത, ബിഗുൾ എന്ന് പറഞ്ഞാൽ ബ്യൂഗിൾ, അതൊരു വാദ്യോപകരണമാണ്. അത് മുഴക്കിയിട്ട്, ബ്യൂഗിൾ മുഴക്കിയിട്ട്, കാഹളം മുഴക്കിയിട്ട് ആന വന്നു. ഗന്നേ കാ റസ് സബ്കോ പിലാത്ത, ഗന്നേ കാ റസ് അച്ഛാ കരിമ്പിൻ ജ്യൂസ്, സബ്കോ പിലാത്ത എല്ലാവരെയും കുടിപ്പിച്ചു. ഗിലഹരി കി യേ ഷാദി ഹേ, ജി യേ ഗിലഹരി കി ഷാദി ഹെ. അച്ഛാ ബച്ചോ, ഈ പാട്ട് നിങ്ങൾ ഒരു ഈണത്തിൽ കേട്ടല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ ഈണങ്ങളിൽ ഏത് പാട്ടും നമുക്ക് പാടാൻ കഴിയും. നിങ്ങൾ ഇതിന് വ്യത്യസ്തമായ ഈണം കണ്ടെത്തണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പാടി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ജി അതുപോലെ ഇസ് നസം മേ ചന്ദ് ജാൻവറോ ഓർ പരിന്തോം കെ നാം ഹെ അല്ലേ? ഇത് കുറച്ച് മൃഗങ്ങളുടെ പേരുകളുണ്ട്, പക്ഷികളുടെയൊക്കെ പേരുകളുണ്ട്. പസന്ദീദ ജാൻവറോ ഓർ പരിന്തോം കി തസ്വീറേ ബനായിയെ ഓർ ഉൻകെ നാം ലിഖിയെ. നിങ്ങൾക്കിഷ്ടമുള്ള മൃഗങ്ങളുടെ അല്ലെങ്കിൽ പക്ഷികളുടെയൊക്കെ ചിത്രം വരച്ചിട്ട് അവയുടെ പേര് നിങ്ങൾ എഴുതുക.
किसी एक पर चंद जुमले लिखिए. ഏതെങ്കിലും ഒരു മൃഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പക്ഷിയെക്കുറിച്ചോ ഏതാനും ജുംലകൾ എഴുതുക. ജി ജയ്സെ ഇപ്പോൾ ഇതിൽ കൗവ പറയുന്നുണ്ട്. കൗവയെ ये कौवा है. कौवा एक परिंदा है. कौवा का रंग काला है. कौवा घर के आंगन साफ करता है. जी ഇതുപോലെ മറ്റൊരു പക്ഷിയെക്കുറിച്ച് അല്ലെങ്കിൽ മൃഗത്തെക്കുറിച്ച് നിങ്ങൾ ഏതാനും ജുംലകൾ എഴുതണം. ജി ഈ വർക്കുകൾ ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഏതൊക്കെയാണ്? ഈ പാട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ, വ്യത്യസ്തമായ രീതികൾ കണ്ടെത്തണം. അതിലേതെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ടീച്ചർക്ക് പാടിക്കൊടുക്കണം. അതുപോലെ ഇതിലുള്ള ഒരുപാട് പക്ഷികളുടെയും മൃഗങ്ങളുടെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾ വരയ്ക്കണം. അവയുടെ പേര് താഴെ എഴുതണം. എന്നിട്ട് ഇഷ്ടമുള്ള ഒരു പക്ഷിയുടെ അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ കുറിച്ച് ഏതാനും ജുംലകൾ എഴുതണം. അതൊക്കെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ജി ശുക്രിയ. ഖുദാ ഹാഫിസ്.